ഈശാനം എന്ന് പറയുന്നത് വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗമാണ്. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം കട്ടാകുക, ഈശാനം കട്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ദോഷാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ റെമഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൊല്യൂഷൻ, നമുക്കൊരു പരിഹാരം എന്ന രീതിയിൽ മാത്രം പ്രപ്പോസ് ചെയ്യും. കാര്യം നമുക്കിപ്പോൾ സിറ്റിയിൽ ഒരുപാട് ലാൻഡുകൾ കിട്ടാനൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ നമുക്കൊരു ലാൻഡ് കിട്ടുമ്പോൾ അതിന് എല്ലാ വാസ്തു പാരാമീറ്റേഴ്സും മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പ്ലോട്ടുകളിലെ ചില കോർണേഴ്സ് കട്ടായി വരുന്നത് ഒരു വാസ്തു ഡിഫക്റ്റായിട്ട് നമ്മൾ എപ്പോഴും പറയും. അതിൽ പ്രധാനപ്പെട്ട ഡിഫക്ട്സ് ആണ് സൗത്ത് വെസ്റ്റിൻ്റെ കട്ടും നോർത്ത് ഈസ്റ്റിൻ്റെ കട്ടും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോർത്ത് ഈസ്റ്റ് പോർഷൻ കട്ടായാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്നുള്ളതാണ്. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം കട്ടാകുക, ഈശാനം കട്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ദോഷാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാസ്തുവിലൊരു ദോഷം തന്നെയാണ്, അതിനകത്തൊരു മാറ്റമില്ല. ഈശാനം എന്ന് പറയുന്നത് വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അവിടെ ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ പ്രശ്നത്തിനെ നമ്മൾ സോൾവ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഇഫ് നോർത്ത് ഈസ്റ്റ് ഈസ് കട്ട്, നോർത്ത് ഈസ്റ്റ് ഭാഗം കട്ടാണെങ്കിൽ ആഡ് എ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഭാഗമായിട്ട് വരേണ്ടി വരും. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ല രീതിയിൽ ഒരു കുഴി നമ്മൾ താന്ന് വരുന്ന രീതിയിൽ പറ്റുമെങ്കിൽ നമുക്കൊരു ബോർവെൽ അടിക്കാൻ പറ്റുമെങ്കിൽ അതിന് ആ സോണിലൊരു ബോർവെൽ അടിച്ചു കൊടുത്താലും നല്ലതായിരിക്കും. നോർത്ത് ഈസ്റ്റിൽ ഒരു ഡിപ്രഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റിൽ ഡിപ്രഷൻ ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മുടെ പ്ലിന്തിനെ കുറച്ച് നമ്മൾ പ്ലിന്ത് നമ്മൾ തറ ലെവൽ എന്ന് പറയുന്നത് കുറച്ചൊന്ന് താത്തിയിടുക എന്നുള്ളതും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്ലിന്തിൻ്റെ ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗം താത്തിടുകയും സൗത്ത് വെസ്റ്റ് ഭാഗത്തിൽ കൺസിഡറബിളി നല്ല രീതിയിൽ കുറച്ച് ഉയർച്ചയും ഒപ്പം തന്നെ വെയിറ്റ് കൂടുതൽ വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസായി നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഈ ഒരു എഫക്റ്റിനെ നമ്മൾ നള്ളിഫൈ, അതായത് നോർത്ത് ഈസ്റ്റ് കട്ടെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മാക്സിമം അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊരു റെമഡിയൽ ആക്ഷനാണ്. നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഈ റെമഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതാണ്. അതൊരു നല്ല അവസ്ഥയാണോ അല്ലെങ്കിൽ അത് ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു വാസ്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. റെമഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൊല്യൂഷൻ, നമുക്കൊരു പരിഹാരം എന്ന രീതിയിൽ മാത്രം പ്രപ്പോസ് ചെയ്യും. കാര്യം നമുക്കിപ്പോൾ സിറ്റിയിൽ ഒരുപാട് ലാൻഡുകൾ കിട്ടാനൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ നമുക്കൊരു ലാൻഡ് കിട്ടുമ്പോൾ അതിന് എല്ലാ വാസ്തു പാരാമീറ്റേഴ്സും മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രമാത്രം പരിഹാരങ്ങൾ നമുക്കാവാം അത്രത്തോളം പരിഹാരങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള കാര്യം. അപ്പം ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത്തരം സൊല്യൂഷൻസ് ഞാൻ ഇനി പല കാര്യങ്ങളിലും ഇതുപോലെ ഡിഫക്ട്സിൽ സൊല്യൂഷൻസ് തരും. ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി കാര്യമാണെന്നും കൂടെ മനസ്സിലാക്കുക. കാര്യം ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ടല്ല വാസ്തുവിൽ എപ്പോഴും ഗ്രഡേഷൻ, നമ്മളെപ്പോഴും പറയും ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ജോമെട്രി, ഇതെല്ലാം കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് വാസ്തുവിൻ്റെ ഗുണങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഇത്തരം ചെറിയ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ലക്ഷ്യം. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈശാനം ദേവതാസ്ഥാനം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നോർത്ത് ഈസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൂടെ എൻട്രി വരുന്ന ഒരു പ്ലോട്ടിലാണെങ്കിൽ ഈ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് തടസ്സം ഉണ്ടാകും. കാര്യം അവിടെ എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പ് കിട്ടുന്ന രീതിയിൽ ഡിപ്രഷൻസ് എപ്പോഴും മനസ്സിലാക്കുക. ആഡ് എ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു താഴ്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. ഈ താഴ്ച ഉണ്ടാകുമ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റിലെ കട്ടിൻ്റെ ആ ഒരു ഡിഫക്റ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു റെമഡി നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപായം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.